വെൽക്കം ടു കലവറ. ഇന്നൊരു ബദാം മിൽക്ക് ഷേക്ക് ആയാലോ? ബദാം ഷേക്ക്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 500 ml പാല്, 250 ml കപ്പിൽ 2 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 20 ബദാം തൊലി കളഞ്ഞ് എടുത്തിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് കണക്കില്ല, ഒരല്പം ഒരു പിടി ബദാം എടുത്താൽ മതി. നിങ്ങൾ ബദാം ഒരു 4-5 മണിക്കൂർ തണുത്ത വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി. പെട്ടെന്ന് വേണമെന്ന രീതിയിൽ ചൂടുവെള്ളത്തിലിട്ട് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം. പിന്നെ കുങ്കുമപ്പൂവ് 2-3 ബദാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം, അത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇത്രയുമാണ് ഇത് വേണ്ടുന്നത്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. സ്റ്റൗ ഓണാക്കാം. പാല് മുഴുവനും ഞാൻ ഇതിൽ ഒഴിക്കുന്നില്ല. ബദാം അരയ്ക്കാനായിട്ട് അല്പം വേണം, അതുപോലെ കസ്റ്റാർഡ് പൗഡർ കലക്കാനും. ഈ പാലൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ സിമ്മിലിട്ടിരുന്നാൽ മതി. ഒന്ന് ശകലം കുറുകി വരണം, ഒത്തിരി വേണ്ട, കുറച്ച്. പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അരിയിലൊക്കെ പിടിക്കും, ഇങ്ങനെ ഒന്ന് നീക്കിയിട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും കുറുകൊന്നും വേണ്ട, ശകലമൊന്നും. ഇതിലേക്ക് ഒരു നുള്ളു കുങ്കുമപ്പൂ ഇടാം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി സിമ്മിലിടാം. പാല് സിമ്മിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ അതൊന്ന് കലക്കിയെടുക്കണം, അതുപോലെ ബദാം ഒന്ന് അരച്ചെടുക്കണം. കസ്റ്റാർഡ് പൗഡർ കലക്കാം. നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ബൗളിൽ ബദാം ഇട്ട് അല്പം പാൽ ഒഴിച്ച് അടിച്ചെടുക്കാം. പാലിത കുറുകിയിട്ടുണ്ട്. ഈ ലെവൽ വരെ ഉണ്ടായിരുന്നതാണ്, മുകളിലത്തെ അല്ല, ഈ താഴത്തെ ഈ ലെവൽ വരെ. ഇനി ഇതിലേക്ക് അരച്ചുകൊണ്ട് വന്ന ബദാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുത്തത്, ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാണ് എൻ്റെ പരുവം. നമ്മുടെ ബദാം ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പാത്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ തറയിൽ വീഴും. ഇതിൻ്റെ മുകളിൽ ബദാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരല്പം കുങ്കുമപ്പൂ. ബദാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട്സാണ്. അത് ദിവസം ഒരു 4-5 കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഷേക്കും അതുപോലെ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.